IPLിന്റെ മെഗാ താരലേലത്തിൽ മികച്ച ചില താരങ്ങളെ സ്വന്തമാക്കാൻ 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിനായിരുന്നു. 23 കളിക്കാരാണ് ഇപ്പോൾ മുംബൈയുടെ അന്തിമ സ്ക്വാഡിലുള്ളത്. ഇതിൽ 15 പേർ ഇന്ത്യൻ താരങ്ങളാണെങ്കിൽ ശേഷിച്ച 8 പേർ വിദേശ കളിക്കാരാണ്. ലേലത്തിനു മുമ്പ് ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യയെ കൂടാതെ രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ജസ്പ്രീത് ബുംറ എന്നീ 5 പേരെ അവർ നിലനിർത്തുകയും ചെയ്തിരുന്നു. 44.8 കോടി രൂപയാണ് ലേലത്തിൽ മുംബൈ ചെലവഴിച്ചത്. വളരെ ശക്തമായ ഒരു ടീം കോമ്പിനേഷൻ വാർത്തെടുക്കാൻ അവർക്കായിട്ടുണ്ടെങ്കിലും ലേലത്തിൽ ചില അബദ്ധങ്ങളും മുംബൈയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ലേലത്തിൽ മുംബൈക്ക് ഒഴിവാക്കാമായിരുന്ന 3 കളിക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബെവാൻ ജേക്കബ്സ്. ന്യൂസിലാൻഡിന്റെ യുവതാരം ബെവാൻ ജേക്കബിനെ വാങ്ങിയതാണ് മുംബൈ ഇന്ത്യൻസ് കാണിച്ചിട്ടുള്ള ആദ്യത്തെ മണ്ടത്തരം. അടിസ്ഥാന വിലയായി 30 ലക്ഷം രൂപയ്ക്കാണ് അൺക്യാപ്ഡ് ബാറ്ററായ താരത്തെ മുംബൈ വാങ്ങിയത്. കരിയർ എടുത്താൽ ഇതുവരെ വെറും 9 T20 മാത്രമേ ബെവാൻ കളിച്ചിട്ടുള്ളൂ. നേടിയതാകട്ടെ 134 റൺസും. മുംബൈയുടെ പ്ലേയിങ് ഇലവനിൽ അദ്ദേഹത്തിന് സ്ഥാനം ലഭിക്കില്ലെന്ന കാര്യം ഉറപ്പാണ്. രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ തുടങ്ങിയ ഇന്ത്യൻ വംശജരായ ഒരുപിടി മികച്ച ബാറ്റർമാർ മുംബൈക്കുണ്ട്. അതുകൊണ്ട് തന്നെ സീസണിനുടനീളം അവൻ ബെഞ്ചിൽ തന്നെ തുടരാനാണ് സാധ്യത. ലിസാർഡ് വില്യംസ്. സൗത്ത് ആഫ്രിക്കൻ ഫാസ്റ്റ് ബോളറായ ലിസാർഡ് വില്യംസിനെ വാങ്ങിയതാണ് ലേലത്തിൽ മുംബൈ ഇന്ത്യൻസ് കാണിച്ച രണ്ടാമത്തെ അബദ്ധം. അടിസ്ഥാന വിലയായ 75 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് വേണ്ടി മുംബൈ മുടക്കിയത്. 89 മത്സരങ്ങളിൽ നിന്നും 111 വിക്കറ്റുകളാണ് അദ്ദേഹം വീഴ്ത്തിയത്. പക്ഷേ ഇവയിൽ കൂടുതലും പേസ് ബോളിങ്ങിനെ തുണയ്ക്കുന്ന പിച്ചുകളിലാണ്. ഇന്ത്യൻ പിച്ചുകളിൽ അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ലിസാർഡിന് കഴിഞ്ഞേക്കില്ല. ജസ്പ്രീത് ബുംറയെ കൂടാതെ ന്യൂസിലാൻഡിന്റെ സ്റ്റാർ പേസർ ട്രെന്റ് ബോൾട്ട്, ഇംഗ്ലണ്ടിന്റെ ടോപ്ലി എന്നിവരുൾപ്പെടുന്ന ശക്തമായ പേസ് നിര മുംബൈക്കുണ്ട്. അതുകൊണ്ട് തന്നെ ലിസാർഡിനെ അവർക്ക് ആവശ്യമുണ്ടായിരുന്നില്ലെന്നാണ് സത്യം. പ്ലേയിങ് ലെവലിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുക എന്നത് ദുഷ്കരമാവും. ദീപക് ചഹർ. ഇന്ത്യൻ പേസറും ഓൾറൗണ്ടറുമായ ദീപക് ചഹറാണ് ഈ ലിസ്റ്റിലെ 3ാമത്തെ താരം. പവർ പ്ലേ സ്പെഷ്യലിസ്റ്റ് കൂടിയായ അദ്ദേഹത്തിന് മുംബൈ മുടക്കിയത് 9.25 കോടി രൂപയാണ്. എന്നാൽ ഇത്രയും വലിയ തുകയ്ക്ക് ചഹറിനെ മുംബൈ വാങ്ങേണ്ടിയിരുന്നോ എന്നതാണ് ചോദ്യം. കാരണം ജസ്പ്രീത് ബുംറ, ട്രെന്റ് ബോൾട്ട്, ഹർദിക് പാണ്ഡ്യ എന്നിവരെല്ലാം പേസ് വിഭാഗം കൈകാര്യം ചെയ്യാൻ മുംബൈയിലുണ്ട്. വിടാതെ പിന്തുടർന്നിട്ടുള്ള കരിയറാണ് ചഹറിൻ്റെതെന്ന് കാണാം. ഈ കാരണത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മുൻ ഫ്രാഞ്ചൈസിയായ ചെന്നൈ സൂപ്പർ കിങ്സ് മെഗാലേലത്തിൽ ഒട്ടും തന്നെ താല്പര്യം കാണിക്കാതിരുന്നത്. കുറച്ച് സീസണിലെടുത്താൽ ചഹർ ഭൂരിഭാഗം കളത്തിന് പുറത്തായിരുന്നു. അടുത്ത സീസൺ മുംബൈക്ക് അദ്ദേഹം എത്ര മത്സരം കളിക്കുമെന്നാണ് പോലും സംശയമാണ്. ഇവയെല്ലാം പരിഗണിക്കുമ്പോൾ മുംബൈ കാണിച്ച ഏറ്റവും വലിയ അബദ്ധം ചഹറിനെ വാങ്ങിയതാണെന്ന് ഉറപ്പിച്ച് പറയാം.